ഹലോ. അപ്പം ഈസ്റ്റർ കഴിഞ്ഞ് ഒരു നല്ല സണ്ണി ഡേ ആണിന്ന്. വൈകുന്നേരം മഴയൊക്കെ പെയ്യുമെന്ന് തോന്നുന്നു, ബട്ട് ഇപ്പോൾ നല്ല സണ്ണി വൈബാണ്. അപ്പം ഞാൻ ഓർത്തു എൻ്റെ വെജിറ്റബിളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. നമ്മൾ നട്ടിരിക്കുന്നത് തക്കാളി, വെണ്ട, പച്ചമുളക്, കുറ്റിപ്പയർ, സ്വീറ്റ് കോൺ, വഴുതന, അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെയാണ്. കപ്പളങ്ങ, ചക്ക എല്ലാം ഇവിടെ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മളിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ടൈമാണ്. കാരണം നമുക്ക് പിന്നെ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. അപ്പം ഞാൻ കാണിച്ചു തന്നു തക്കാളി, വെണ്ട, ഇതെല്ലാം ഞാൻ കാണിച്ചു തന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടായത് കുറ്റിപ്പയറാട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ കുറ്റിപ്പയറാകുമ്പോൾ ഒരു 3-4 തവണ നമ്മൾ കട്ട് ചെയ്ത് വരണം. എന്നാൽ മാത്രമേ നല്ലപോലെ ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളൊരു വള്ളി എന്തെങ്കിലും മരത്തേലേക്ക് കയറ്റി വിട്ടാൽ അതങ്ങ് കയറിപ്പോവും. പക്ഷെ കായ്ക്കൽ കുറവായിരിക്കും. പിന്നെ തക്കാളി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പഴുക്കാൻ എങ്ങും അവസരം കിട്ടുന്നില്ല. അതിന് മുമ്പേ നമ്മൾ അകത്താക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നോയമ്പിന് ഈ വെജിറ്റബിൾസൊക്കെ ആയിരുന്നു യൂസ് ചെയ്ത്. അപ്പം നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ വിഷമടിച്ചൊന്നും മേടിക്കേണ്ട വന്നിട്ടില്ല. പിന്നെ തക്കാളി നട്ടപ്പം നമ്മുടെ ഒരു മിനിമം കുഞ്ഞി ചട്ടിയാണ് യൂസ് ചെയ്തത്, ഒരു മീഡിയം സൈസുള്ളത്. പക്ഷെ അത് പോരാ, തക്കാളിക്ക് നല്ല സൈസുള്ള ചട്ടി വേണം. കാരണം പിന്നെയും വളവും മണ്ണും ആഡ് ചെയ്ത് കൊടുത്താലേ അതിന് നല്ലപോലെ പിന്നെയും കായ്ക്കാനും നിൽക്കാനുള്ളൊരു ശക്തി കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് അവിടെ ഒരു അബദ്ധം പറ്റി. പക്ഷെ ഉണ്ടായി കേട്ടോ ആവശ്യത്തിന്. പിന്നെ കുറ്റിപ്പയറേ നമുക്ക് കൂടുതലും കിട്ടി, വഴുതന നല്ലപോലെ കിട്ടി. പിന്നെ വെണ്ട നമ്മൾ ഒത്തിരി കറി വെച്ചു. പക്ഷേ ഇത് മറ്റേ ആനക്കൊമ്പൻ വെണ്ട അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു മിനിമം യൂസേജ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളത് പറിച്ച് കളയേണ്ടി വരും. ഞാൻ പിന്നെ വേറെ ആനക്കൊമ്പൻ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ കാണുമ്പം ഇത് നോർമൽ നമ്മുടെ വീട്ടിൽ നടുന്ന കുഞ്ഞു വെണ്ടയ്ക്ക കേട്ടോ. പിന്നെ ചോളമൊക്കെ സ്വീറ്റ് കോൺ പാകമായെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഈ പയർ നമ്മൾ ഈ കുറ്റിപ്പയറിൻ്റെ കുഞ്ഞി സൈസാണ്. ഇതാണ് നമ്മൾ 3 തവണ പിച്ചി കളഞ്ഞത്. ഇത്തേന്ന് വളരുന്ന ഓരോ ഗ്രോത്തും. അതാണ് കുറ്റിപ്പയർ. എന്തുകൊണ്ട് എനിക്ക് നമ്മളൊന്നും പന്തലൊന്നും ഇടാതെ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും നടാൻ പറ്റിയൊരു സംഭവമാണല്ലോ. പിന്നെ മറ്റേതൊരു വെള്ളരിയാണെന്നാണ് എൻ്റെ ഒരു വെറൈറ്റി ഒരു വെള്ളരിയാണെന്ന് തോന്നുന്നു. നമ്മൾ പറിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. 2-3 വേറെയും നിപ്പുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഫുഡാകും എല്ലാ രീതിയിലും